പുനലൂർ താലൂക്ക് ആശുപത്രിയിലെ അത്യാഹിത വിഭാഗത്തിൽ ആവശ്യാനുസരണം ഡോക്ടർമാരില്ല. ദിവസേനയെത്തുന്ന 100-ലധികം രോഗികൾ വലയുന്നു. താലൂക്ക് ആശുപത്രിയിൽ 24 മണിക്കൂറും അത്യാഹിത വിഭാഗത്തിൽ ഡോക്ടറുടെ സേവനമുണ്ട്. ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റിയാണ് ഇവിടേക്ക് ആവശ്യമായ ഡോക്ടർമാരെ നിയമിക്കുന്നത്. എന്നാൽ കഴിഞ്ഞ നിരവധി നാളുകളായി രോഗികൾക്ക് ആനുപാതികമായി ഡോക്ടർമാരുടെ സേവനം ഇല്ലാത്തതിനാൽ നിരവധി ആളുകളാണ് ബുദ്ധിമുട്ടിലാകുന്നത്. പ്രതിദിനം 3000-ലധികം OP ആണ് താലൂക്ക് ആശുപത്രിയിൽ നടക്കുന്നത്. പുതിയ കെട്ടിടത്തിൽ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകൾക്കനുസരിച്ചുള്ള ഡോക്ടർമാരുണ്ടെങ്കിലും പനി പോലെയുള്ള സാധാരണ രോഗങ്ങൾക്കോ ജീവിതശൈലി രോഗങ്ങൾക്കോ ആളുകൾ കൂടുതലും ആശ്രയിക്കുന്നത് അത്യാഹിത വിഭാഗത്തെയാണ്. കഴിഞ്ഞ നിരവധി നാളുകളായി കാഷ്വാലിറ്റിയിലേക്ക് എത്തുന്ന രോഗികളുടെ എണ്ണത്തിലും വർധനവുണ്ട്. ഒരു വെള്ളം പോലും കുടിക്കുന്ന ചായ രോഗികൾക്ക് ആനുപാതികമായി അത്യാഹിത വിഭാഗത്തിലെ ഡോക്ടർമാരെ വർദ്ധിപ്പിക്കണമെന്ന നിരവധി തവണ ആവശ്യമുയർന്നിട്ടും ഫലമുണ്ടായില്ല. മണിക്കൂറുകൾ കാത്തുനിന്ന ശേഷമാകും ഇവിടെ ഡോക്ടറുടെ സേവനം ലഭിക്കുക. രാവിലെ 8 മണിക്ക് എത്തുന്നവർക്ക് പോലും 11 മണിക്ക് ശേഷമാണ് പലപ്പോഴും ഡോക്ടറെ കാണാനാകുക. ആശുപത്രി മാനേജ്മെൻറ്റ് കമ്മിറ്റി നിയമിക്കുന്ന ഡോക്ടർമാരായതിനാൽ തന്നെ തുച്ഛമായ വേതനമാണ് ഇവർക്ക് ലഭിക്കുന്നതെന്നും ഇത് കാരണം ഡോക്ടർമാർ കൊഴിഞ്ഞുപോകുകയാണെന്നും പരാതികളുണ്ട്. പുനലൂർ, പത്തനാപുരം, കുന്നിക്കോട്, അഞ്ചൽ, ആര്യങ്കാവ്, കുളത്തൂപ്പുഴ, തെന്മല തുടങ്ങി നിരവധി മേഖലകളിൽ നിന്നാണ് ദിനംപ്രതി ഇവിടേക്ക് രോഗികൾ എത്തുന്നത്. 24 മണിക്കൂറും ഡോക്ടറുടെ സേവനമുള്ള കിഴക്കൻ മേഖലയിലെ ഏക സർക്കാർ ആശുപത്രി കൂടിയാണ് പുനലൂർ. രോഗികളുടെ ബുദ്ധിമുട്ട് പരിഗണിച്ച ആനുപാതികമായുള്ള ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കണമെന്ന ആവശ്യം ശക്തമാകുന്നുണ്ട്. പുനലൂർ താലൂക്ക് ഗവൺമെന്റ് ആശുപത്രിയിൽ ഡോക്ടർമാരുടെ ക്ഷാമം അതിരൂക്ഷമാണ്. യഥാർത്ഥത്തിൽ കാഷ്വാലിറ്റിയിൽ ആയിരക്കണക്കിന് രോഗികൾ ദിനംപ്രതി എത്തുന്ന കാഷ്വാലിറ്റിയിൽ പോലും നാമമാത്രമായ ഡോക്ടർമാരുടെ സേവനം മാത്രമാണ് ലഭ്യമാകുന്നത്. അതിന് കാരണം ഞങ്ങൾ അന്വേഷിച്ചപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് നാമമാത്രമായ ശമ്പളമാണ് താലൂക്ക് ആശുപത്രിയിൽ ജോലി ചെയ്യുന്ന ഡോക്ടർമാർക്ക് ലഭിക്കുന്നത് എന്നുള്ളതാണ്. സ്വകാര്യ സ്ഥാപനങ്ങളെയൊക്കെ ഉപേക്ഷിച്ച് പൊതുസേവനം നടത്തുന്നതിന് താല്പര്യത്തോടെത്തുന്ന ഡോക്ടർമാർ അവർക്ക് ജീവിക്കാൻ ആവശ്യമായ മിനിമം വരുമാനമെങ്കിലും ലഭ്യമാക്കുന്നതിന് HMC മുൻകൈ എടുക്കണം. അങ്ങനെ ശമ്പളം നൽകിയാൽ മാത്രമേ ഡോക്ടർമാർ അവിടെ ജോലി ചെയ്യാൻ തയ്യാറാകുള്ളൂ. ജൂനിയർ ഡോക്ടർമാരുടെ സ്ഥിതി പോലും അവർ പോലും താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചേരാൻ തയ്യാറാകാത്തതിന്റെ കാരണം തുച്ഛമായ ശമ്പളമാണ് അവർക്ക് നൽകുന്നത് എന്നുള്ളതാണ്. താലൂക്ക് ആശുപത്രിയിൽ ഇന്നത്തെ ദിവസം തന്നെ എത്തിയിട്ടുള്ള രോഗികൾ, രാവിലെ പുലർച്ചെ 6 മണിക്കൊക്കെ എത്തിയിട്ടുള്ള രോഗികൾ പല ആളുകളും, ഇപ്പം മഴക്കാലമാ, പനി സമയമാ, ഒട്ടനവധി മേഖലകളിൽ പനി പടർന്നു പിടിക്കുന്നു. രാവിലെ 6 മണിക്ക് എത്തിയ ആളുകൾക്ക് ഉച്ചയ്ക്ക് 12 മണി കഴിഞ്ഞ് മാത്രമേ ഡോക്ടറെ കണ്ടു പോകാൻ കഴിയുന്നുള്ളൂ എന്ന് പറയുമ്പോൾ തന്നെ അവരുടെ അവസ്ഥ ഊഹിക്കാൻ കഴിയുമോ? പണമുള്ള ആളുകൾക്ക് സ്വകാര്യ ആശുപത്രികളെ സമീപിക്കാൻ കഴിയും. നിർധനരും നിരാലംബരുമായിട്ടുള്ള ആളുകൾ, അവരുടെ ആശ്രയമാണ് താലൂക്ക് ആശുപത്രി. അവിടെ ഡോക്ടർമാരുടെ സേവനം ലഭ്യമാക്കാൻ HMC മുൻകൈ എടുക്കണം. അല്ലാതെ HMCയെ ഒരു പ്രഹസനമാക്കി വെച്ചുകൊണ്ട്
ഈ താലൂക്ക് ആശുപത്രി തകർന്നു പോകുന്നത് കണ്ടിരിക്കാതെ അടിയന്തര ഇടപെടൽ ഉണ്ടാകണം എന്ന് ഞങ്ങൾ ആവശ്യപ്പെടുകയാണ്. ഫോക്സ് TV ന്യൂസ് ബ്യൂറോ, പുനലൂർ.